ഐഷത്തുൽ ഷംന, ഈ പാലക്കാട്ടെ MLA ഓഫീസ് ഇപ്പോഴും സജീവമാണോ? അവരെന്താണ് പറയുന്നത്? രാഹുൽ എത്തി വോട്ട് ചെയ്യുമെന്നാണോ? അത്തരത്തിലുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ നാളെ എത്താനാണ് സാധ്യത. ഉച്ചയോടുകൂടി തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. MLA ഓഫീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രാഹുൽ ഒളിവിൽ പോയ ഘട്ടത്തിലൊക്കെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലൊക്കെ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോൺ അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ SIT തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഇവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യലും ഒക്കെ നടന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും MLA ഓഫീസ് കൃത്യമായി തുറക്കുന്നുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ രാഹുലിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് ഏകദേശം 38 ദിവസത്തോളമാണ് രാഹുൽ മണ്ഡലത്തിൽ നിന്നും മാറി നിന്നത്. അതിനുശേഷം പിന്നീട് മണ്ഡലത്തിൽ എത്തുന്നു, പെട്ടെന്നൊരു ദിവസം എത്തുന്നു. പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ കോൺഗ്രസിന്റെ അടക്കം ചില പരിപാടികളിലൊക്കെ UDFന്റെ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവസാന ഘട്ടത്തിലൊക്കെ ഈ പ്രചരണത്തിലൊക്കെ വീട് കയറി ഇറങ്ങിയുള്ള പ്രചരണത്തിലടക്കം പങ്കെടുക്കുന്നു. അങ്ങനെ വളരെ സജീവമായി തന്നെ പിന്നീട് MLA മണ്ഡലത്തിൽ സജീവമാകുന്ന ഒരു കാഴ്ചയായിരുന്നു. നാളെയും ഇനി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചതോടുകൂടി നാളെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത്തരത്തിൽ ഒരു സജീവമായ ഒരു ഇടപെടൽ അത് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ സമയം പാർട്ടി പുറത്താക്കിയ ഒരു MLA അയാൾക്ക് എത്ര കണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതും വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും നാളെ രാഹുൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഉച്ചയോടുകൂടി എത്തി വോട്ട് രേഖപ്പെടുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.